فهو داعية إلى الله. فليجعل الإنسان نفسه مباركا. اليوم مع وسائل التواصل أيها الإخوة الكرام صار الناس يتواصلون ويرسل الإنسان فيها ما يشاء، ولا تكاد أن تجد أحدا إلا هو مشترك في عدد من المجموعات، فهذه لأصدقائه وهذه لجيرانه وتلك لأسرته إلى غير ذلك. فلتكن مباركا بينهم، لتكن مباركا بينهم. أرسل لهم اليوم تفسير قل هو الله أحد في شكل مختصر، وفي اليوم الثاني أرسل لهم مقطعا مناسبا أو صورة مناسبة أو كلاما حسنا، ولا تقل في نفسك إنهم لا يقرؤون. إن لم يقرأها هو ربما قرأها ولده، أو ربما قرأها هو على ولده أو على زوجته، ولا تحتقر شيئا من هذا. السلام عليكم. ഏതൊരു ഉപദേശവും മറ്റുള്ളവർക്ക് നൽകിയാൽ അതൊരു പ്രബോധനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തിയേക്കാം. അതൊരു ചെറിയ ഉപദേശമാണെങ്കിലും ശരി. ഇന്ന് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ ആരും ഉണ്ടാവുകയില്ല. 1, 2, 3 ഗ്രൂപ്പുകളിൽ അംഗമായിരിക്കും. അത് ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരോടുമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ അവരുടെ നാട്ടുകാരോടോ ആയിരിക്കാം. അവിടെ നീ ഇസ്ലാമിക്കായിട്ടുള്ള അറിവുകളോ മറ്റു സന്ദേശങ്ങളോ നീ അതിലേക്ക് ഷെയർ ചെയ്യണം. അത് ഖുൽ ഹുവല്ലാഹു അഹദിൻ്റെ ചെറിയൊരു തഫ്സീറാണെങ്കിൽ പോലും അത് നീ അവർ വായിക്കുന്നില്ല എന്ന് നീ വിചാരിക്കേണ്ട. ചിലപ്പോൾ അവൻ്റെ ഭാര്യയോ അവൻ്റെ മക്കളോ അത് വായിച്ചേക്കാം. അതുകൊണ്ട് ഏതൊരു നന്മയെയും ഇത്തരം നന്മയെ നീ നിസ്സാരമായി കാണരുത്. واذكر أن اتصالا وصلني من إحدى الدول قبل أيام، وهذا الرجل يعمل في تلك الدولة مهاجرا إليها من بلد عربي، يقول ولم أدع معصية من المعاصي أو فجورا إلا وقعت فيه، فله لا يصلي ولا يصوم ولا يفعل شيئا من العبادات، إضافة إلى وقوعه في كل الشهوات. يقول وكان بعض الناس ربما رمى إلي نصيحة عابرة فلا ألتفت إليه. وكان هناك شخص معنا في إحدى المجموعات وهو يشتغل في تجارة العود والبخور، يقول فأنا ملزم أن أدخل في هذه المجموعات معه، فكان يرسل أحيانا نصائح ولا أفتحها أصلا ولا ألتفت إليها ولا أدعها تحمل المقطع أصلا، لا أفتحه. ولبث 17 عاما على هذا الحال. يقول حتى أرسل في يوم من الأيام مقطعا، فأثناء تصفحي وقع أصبعي على المقطع فانفتح سريعا، ربما كان الإنترنت سريع أو انفتح سريعا وتكلم. يقول وإذا هو كلام حسن أنا غافل عنه، وطالما كنت أضع يدي على المقطع ثم أحذفه معرض لا أريد أن ألتفت إلى مثل هذا أبدا. يقول فأثر في هذا المقطع القصير الذي ربما لا يتجاوز دقيقة أو دقيقة ونصف، وبكيت وذهبت واغتسلت وأخذت أقرأ كيف صلاة المغرب والعشاء ماذا أقرأ فيها. يقول نسيت حتى الصلاة، ثم صليت ثم اتصل يستفتي عن بعض الأمور المتعلقة بتوبته. فقلت في نفسي هذا الرجل الذي وضع هذا المقطع ربما كان في دولة أخرى، فإن هؤلاء التجار ينتشرون في عدد من الأماكن لكنهم يتواصلون بهذه الوسائل. ربما كان في دولة أخرى ولا يعرف هذا الرجل أصلا وليس بينه وبين أي علاقة إلا من خلال التواصل. واهتدى هذا الرجل وجاء وحج وصام ذلك العام وأصبح من خيار الناس. കുറച്ചു മുമ്പ് എന്നോട് ഒരാൾ ബന്ധപ്പെടുകയുണ്ടായി. അറബി നാട്ടിൽ നിന്ന് പുറത്തെ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല, ഞാൻ നിസ്കരിക്കാറില്ല, നോമ്പ് നോൽക്കാറില്ല, ഞാൻ എൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് എല്ലാ തെറ്റുകളിലും പങ്കാളിയായിരുന്നു. എന്നോട് പല ആളുകളും ഉപദേശിച്ചു, പക്ഷേ ഞാൻ അതിനൊന്നും ചെവി കൊടുത്തില്ല. അതിനിടെ ഞാൻ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തി, അംഗമായിരുന്ന ഒരു വ്യക്തി നിരന്തരം മെസ്സേജ് അയക്കുകയും അറിവുകളും മറ്റു ഇസ്ലാമിക്കായിട്ടുള്ള അറിവുകളും സന്ദേശങ്ങളും ശകലങ്ങളുമെല്ലാം അതിലയച്ചിരുന്നു. അതൊരു അത്ര കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം അയക്കുന്നതൊന്നും ഞാൻ നോക്കുന്നില്ലായിരുന്നു. എന്നാൽ നീണ്ട 17 വർഷം ഞാൻ ഈ അവസ്ഥയിൽ കടന്നുപോയി.
അങ്ങനെ ഒരു ദിവസം അതിലേക്കൊരു മെസ്സേജ് വരികയും ആ അബദ്ധത്തിൽ എൻ്റെ വിരലുകൾ തട്ടി അതിലെ ആ വീഡിയോ 1.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയൊരു വീഡിയോ പെട്ടെന്ന് ഓപ്പൺ ആവുകയും ചെയ്തു. അത് എൻ്റെ ഈ ഹൃദയത്തിൽ അത് സ്പർശിക്കുകയും ഞാൻ അത്രയും വിഷയങ്ങളിലൊന്നും സമ്പൂർണമായി ഞാൻ അശ്രദ്ധവാനായിരുന്നു. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായി. ഞാൻ കരഞ്ഞു. എൻ്റെ മുമ്പത്തെ അവസ്ഥകളെല്ലാം ഓർത്ത് ദുഃഖിക്കുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ മഗ്‌രിബിലും ഇശായിലും എന്താണ് പാരായണം ചെയ്യേണ്ടതെന്നെല്ലാം ചോദിച്ച് പഠിച്ച് ഞാൻ നിസ്കരിക്കുകയും നിസ്കാരം എന്താണെന്ന് പോലും ഞാൻ ഇതിനിടെ മറന്നുപോയിരുന്നു. അതുപോലെ തൗബയെക്കുറിച്ചും ചില കാര്യങ്ങളെല്ലാം പഠിച്ച് തൗബ ചെയ്യുകയും ചെയ്തു. ഞാൻ അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഈ വീഡിയോ ഷെയർ ചെയ്തൊരു വ്യക്തി യാതൊരു വിധത്തിലുള്ളൊരു പരിചയവുമില്ല. ഒരു പക്ഷേ മറ്റൊരു നാട്ടുകാരനായിരിക്കാം. കാരണം ഈ നാട്ടിൽ ധാരാളം കച്ചവടക്കാർ വന്ന് താമസിക്കുന്നുണ്ട്. അവരോടൊന്നും ഞാൻ ഒരു ബന്ധവുമില്ല. ഈ നാട്ടുകാരോടും ബന്ധമില്ല. പിന്നെ ഇതുപോലുള്ള ഓരോ ഗ്രൂപ്പുകളിലൂടെയാണ് ഇങ്ങനെയുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയുക. ഞാൻ ഇത്രയും ഒരു അവസ്ഥയിലായിരുന്നു എന്നും ഇതുപോലത്തെ ഒരു വീഡിയോ കാരണമാണ് ഞാൻ എൻ്റെ ജീവിതം മാറിയതെന്നും അദ്ദേഹം ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അങ്ങനെ ആ വിളിച്ച വ്യക്തി ആ വർഷത്തിലെ ഹജ്ജ് ചെയ്യുകയും കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തു. الرجل الذي نزل المقطع ربما حوله أيضا من مجموعة أخرى، وذاك الذي وضعه في تلك المجموعة الأولى لا يعلم أن رجلا اهتدى به في دولة كذا، وما يهمه أن يعلم. المهم أن الذي في السماء يعلم أنك نزلت هذا المقطع أو وضعت هذه النصيحة أو وضعت هذا الكتاب أو وزعت بطاقة الأذكار أو قلت لفلان كذا مبتغيا بذلك وجه الله تعالى. المهم أن الله الذي فوقك الذي يعلم السر وأخفى والذي هو الذي سيحاسبك ويعظم لك الأجر ويفعل بك ما يشاء. المهم أنه هو سبحانه وتعالى يعلم، وما يهمك أن يعلم الناس أو لا يعلمون. كما قال عمر لرجل جاءه بعد إحدى المعارك فقال له عمر: من استشهد؟ فقال: استشهد فلان وفلان وفلان ممن يعرفهم أمير المؤمنين. قال عمر: ومن أيضا؟ قالوا: استشهد أقوام لا يعرفهم أمير المؤمنين. فقال عمر: وإن لم يعرفهم أمير المؤمنين وما ينفعهم أن يعرفهم أمير المؤمنين، المهم أن الذي جاهدوا من أجله يعرفهم، وما يهمهم أن يعرفهم عمر أو يعرفهم غيره. المهم أن الذي في السماء الذي بذلوا أرواحهم وسكبوا دماءهم وفارقوا ديارهم وأبناءهم وأموالهم، المهم أن الذي في السماء يعرفهم. فإذا أخلص الإنسان في مثل ذلك وفق. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത വ്യക്തി ഇത് കാരണം സന്മാർഗത്തിലായി എന്ന് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. പ്രധാനമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർ ഹിദായത്തിലാകലല്ല, മറിച്ച് നമ്മൾ കാരണം ഹിദായത്തിലാകും എന്ന് ചിന്തിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യം കൃത്യമായി അറിയുന്നുണ്ട്. ജനങ്ങൾ അറിയട്ടെ അറിയാതിരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു തആല അറിയലാണല്ലോ നമ്മുടെ ലക്ഷ്യമെന്നുള്ളത്. ഇത് കാരണം അവർക്ക് പ്രതിഫലം ലഭിക്കുകയും അവർ വിജയിക്കുകയും ചെയ്യും എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യമെന്നുള്ളത്. ഈ കാര്യം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വലിയ യുദ്ധം കഴിഞ്ഞ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ആരൊക്കെ ഷഹീദായി എന്ന് അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഫുലാനൻ അമീർ മുഅ്മിനെ അറിയുന്ന ധാരാളം ആളുകളും എന്നാൽ അമീർ മുഅ്മിനെ അറിയാത്ത ധാരാളം ആളുകളും അതിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, ഉമർ അറിയലല്ലോ ലക്ഷ്യം, ഉമർ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നുണ്ടല്ലോ. അവർ ആർക്ക് വേണ്ടിയാണോ പോരാടിയത് ആ അല്ലാഹു അവരെ അറിയുന്നുണ്ടല്ലോ, അത് മതി എന്നായിരുന്നു ഉമർ റളിയല്ലാഹുവിൻ്റെ മറുപടി. നിഷ്കളങ്കമായ നന്മകൾ ചെയ്താൽ അല്ലാഹു അതിന് വിജയം നൽകും. وكان النبي عليه الصلاة والسلام لا يدع موطنا يمكن أن يقدم به النصيحة إلى الناس إلا سلكه، فيستغل عليه الصلاة والسلام مواقف مرضهم إذا مرضوا. فقد مرض غلام يهودي جار له
فمضى عليه الصلاة والسلام إلى هذا الغلام وهو في مرضه ونصحه ودعاه حتى أسلم. ولما مرض عمه أبو طالب مضى عليه الصلاة والسلام إليه ينصحه، وكان يستغل عليه الصلاة والسلام مواقع اجتماع الناس. فقد مر عليه الصلاة والسلام يوما في طريق فرأى مجموعة مجتمعين على شيء، فسأل من معه قال: على ما اجتمع أولئك؟ قالوا: اجتمعوا يا رسول الله على قبر يحفرونه. فمال إليهم عليه الصلاة والسلام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നസിഹത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരവും പാഴാക്കിയിരുന്നില്ല. ആളുകൾ രോഗാവസ്ഥയിലാണെങ്കിൽ പോലും അതിനായി ഉപയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയൽവാസിയായിരുന്ന ഒരു ജൂത പയ്യൻ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് സന്ദർശിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം മുസ്ലിം ആവുകയും ചെയ്തു. തൻ്റെ നബി തങ്ങളെ പിതൃവനായ അബൂ ത്വാലിബ് അസുഖമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തുണ്ടായിരുന്നു. പ്രബോധനത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകൾ കൂടുന്ന സ്ഥലമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ അടുക്കലേക്ക് ഇങ്ങനെ അരികിലൂടെ നടന്നു പോയപ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ അരികിലേക്ക് ചെന്ന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അള്ളാഹുവിനെ കുറിച്ചുമെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അസ്സലാമു അലൈക്കും.